ശ്രീ അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ, നേരത്തെ താങ്കളത് സൂചിപ്പിച്ചു അതിൻ്റെ ആമുഖമായി. പക്ഷേ എല്ലാ കാര്യങ്ങളിലും തടസ്സമായി നിൽക്കുന്നത് മുൻ സർക്കാരാണെന്ന് രാഷ്ട്രീയമായി പറയുക, പിന്നീട് ലോക് ഭവനും രാഷ്ട്രപതിയും നിയമവും ഒക്കെ പറഞ്ഞ് സംഘപരിവാർ വൽക്കരണത്തിന് ന്യായീകരണം ചമയ്ക്കുക. ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ ഏതൊക്കെ തരത്തിലാണ് വി.ഡി. സതീശൻ പറയുന്ന ഈ കാര്യങ്ങളെ കാണാനാകുന്നത്? അതിൻ്റെ ചില കാര്യങ്ങൾ ഉദാഹരണ സഹിതം എം ശിവപ്രസാദ് സൂചിപ്പിച്ചിരുന്നു മുൻ സർക്കാർ ചെയ്തു. ശ്രീ ലാൽകുമാർ. അല്ല, നിങ്ങൾ ഒരു രാജ്യത്ത് ഒരു 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 എന്താ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ സെൻട്രലും സ്റ്റേറ്റുമായി എപ്പോഴും കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പ് പോകണം എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഇവിടെ സംഭവിക്കുന്നൊരു വിഷയം കോർഡിയലായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലൈനിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. സംഘപരിവാറിൻ്റെ ആശയം, ഭരണഘടനാ വിരുദ്ധമായ ആശയങ്ങൾ അവർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാക്കി നമ്മളൊരു ഇൻഡാസാക്കി ഇങ്ങോട്ട് അയച്ചു തരുമ്പം അത് പ്രാബല്യത്തിൽ വരുത്തുക ആണ് കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായി നിങ്ങൾ നിലകൊണ്ടിരുന്ന രാഷ്ട്രീയം നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് അടിയറവ് പറഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കെ സുരേന്ദ്രൻ, അന്ന് അദ്ദേഹമായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 35 സീറ്റ് 35ഓ 25ഓ അത്രയും സീറ്റ് കിട്ടും, നമ്മൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ബാക്കി സീറ്റ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. കോൺഗ്രസിനെ വാങ്ങിക്കും എന്നൊക്കെയാണ് നമ്മൾ എൻ്റെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വിമർശനം അതായിരുന്നു. നോക്കൂ, ഈ പ്രാവശ്യം കേരളത്തിൽ 3 സീറ്റ് മാത്രമേ ബി.ജെ.പിക്കുള്ളൂ. പക്ഷേ ഭരണം RSSൻ്റെ ഭരണമാണ് നടക്കുന്നത്. അത് ഞാൻ പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. കാര്യം അത്രത്തോളം സംഘവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനമായി ഇത് മാറി. കീ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം RSSനോടോ അല്ലെങ്കിൽ ബി.ജെ.പിയോടോ താല്പര്യമുള്ള ആൾക്കാർ. ഇതിനകത്ത് ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വിമർശനം പോലും ഉന്നയിക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രി നിൽക്കുന്നു. മുസ്ലിം ലീഗിനകത്തൊക്കെ പല നേതാക്കന്മാർക്കും വലിയ അതൃപ്തി ഉണ്ടറിയോ, പക്ഷേ അവർക്ക് ശബ്ദം ഉയർത്താൻ കഴിയുന്നില്ല. കാര്യം വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ അവരോധിക്കുന്നതിനകത്ത് ലീഗിൻ്റെ ഒരു വലിയ പങ്ക് അവർക്ക് തന്നെ അറിയാം, അത് ഒരു വിനയായി മാറി എന്ന് അറിയാം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് വി.ഡി. സതീശൻ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്? കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്തതിനേക്കാട്ടിലും കൂടുതൽ വി.ഡി. സതീശൻ വ്യക്തിപരമായി കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് കോൺഗ്രസ്സിലുള്ളവർക്ക് പോലും, ഇപ്പോൾ മഞ്ജുളാത്തിനെ പോലുള്ള ആൾക്കാർക്ക് പോലും അത് സഹിക്കാൻ കഴിയുമോ? കാര്യം കോൺഗ്രസിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊന്ന്. രണ്ട്, താങ്കൾ നേരത്തെ സംസാരിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ ആദ്യത്തെ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനെക്കുറിച്ച് സൂചിപ്പിച്ചു, അതിൻ്റെ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, അതിനകത്ത് എനിക്കൊന്നും ബാക്കി കിടപ്പില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്തു നോക്കൂ. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കൂ, ഒരു ജില്ലയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാമല്ലോ. മഞ്ജുളാത്തിന് നന്നായി അറിയാം, അദ്ദേഹം പ്രാക്ടീസിങ് ലോയറാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇൻവോക്ക് ചെയ്യുന്നതിൻ്റെ പവർ ആർക്കുള്ളത്? ഡിസ്ട്രിക്ട് കളക്ടർക്കാണ്. ഡിസ്ട്രിക്ട് കളക്ടർ വലിയ അതോറിറ്റിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം. നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രളയം ഉണ്ടായിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ പറയുന്ന മഴയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാണ് കളക്ടർമാരുടെ മീറ്റിംഗ് വിളിച്ചത് ഓൺലൈൻ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓൺലൈനെ മീറ്റിംഗ് വിളിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അർജൻറ്റായിട്ട് ജനറൽ അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം കയ്യിലിരിക്കുന്ന ഒരാൾക്കല്ലേ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റൂ? ആഭ്യന്തര വകുപ്പും മറ്റൊരു വകുപ്പുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പല വകുപ്പുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ ആ കോർഡിനേഷൻ നടത്തേണ്ടത് ആരാണ്? അത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കയ്യിലിരിക്കുന്ന ആൾ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഏതോ ഒരു വലിയ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനവും അത് കഴിഞ്ഞ് മറ്റാരെയോ കാണാൻ പോവുകയും അവിടെ വലിയൊരു നമ്മൾ വിരുന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ആഹാരം കഴിക്കുന്ന ഒരു പ്രക്രിയ നമുക്കുണ്ട്. ഒരു വിരുന്നിന് പോയി ആഹാരം കഴിക്കുന്നത് മറ്റൊന്നാണ്. ഇത് അദ്ദേഹം അതിനെ ഞാനൊന്ന് ആഹാരം കഴിച്ചു പോയി എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അതൊന്നും മലയാളി സമൂഹത്തിൻ്റെ അടുക്കൽ പോകുന്നൊരു വിഷയമല്ല. കാരണം നമ്മൾ ഒരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന രീതിയിലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, വിരുന്നൊരുക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. വിരുന്നെന്ന് പറഞ്ഞാൽ ഒരു ആഘോഷത്തിൻ്റെ രീതിയാണ്. ആഘോഷിക്കേണ്ട സമയമാണോ ഇത്? മുൻ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന അമേരിക്കയിലേക്ക് പോകേണ്ട കാര്യം അത്ര രൂക്ഷമായി നിന്ന സമയത്തും അദ്ദേഹം 19 ദിവസം മറ്റുമാണ് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത്. അദ്ദേഹം തിരുവനന്തപുരത്ത് തുടരുന്നതിന് കാര്യം എന്താ? ഓരോരുത്തരത്തേക്ക് പോവല്ല വേണ്ടത്. ഈ പല ജില്ലകളിൽ നടക്കുന്നതുകൊണ്ട് കോർഡിനേഷൻ പ്രോപ്പർ ആയതുകൊണ്ട് മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടാകണം.
അദ്ദേഹത്തിന് അതിന് മേളിൽ അദ്ദേഹം മറ്റെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത്, മറ്റേതോ സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിന് പകരം അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്? മുൻ മുഖ്യമന്ത്രി ആ സമയത്ത് ആഹാരം കഴിച്ചില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ ഈ മുട്ടാത്തർക്കം പറയുന്നുള്ളതല്ലാതെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി, ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസാസ്റ്ററിൻ്റെ മുന്നിൽ നിൽക്കുമ്പം ആ ഡിസാസ്റ്ററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജാണ്. നോക്കൂ, ന്യൂനതകളുണ്ടാകാം. ഇപ്പം കേരളത്തിൻ്റെ വി.ഡി. സതീശൻ വിചാരിച്ചാൽ പോലും എല്ലാ കോണുകളിലേക്കും കാര്യങ്ങൾ എത്തിക്കൊള്ളണമെന്നില്ല, സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാം. ഇതൊക്കെ നമ്മളുടെ മന്ത്രിസഭയുടെ സമയത്തും നടന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനൊക്കെ ഉപരി നിങ്ങൾ കൊടുക്കുന്ന ആ കസേരയിലിരിക്കുന്ന ആൾ കൊടുക്കുന്ന ഒരു മെസ്സേജുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, എൻ്റെ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞാൻ പൂർണ്ണമായി ഇവിടെ കോർഡിനേറ്റ് ചെയ്യാൻ നിൽക്കുന്നു എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുന്നതിന് പകരം അദ്ദേഹം അവിടെ എന്തോ ഒരു വലിയ വില കൂടിയ മീൻ കഴിച്ചു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണ് മെയിൻ വാർത്ത തന്നെ. ഇത് എന്ത് മെസ്സേജാണ് മലയാളി സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ? അതൊരു പ്രശ്നമായി തോന്നാത്ത ഒരു കോൺഗ്രസ് ഭരണം എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതിനെ മാത്രമല്ല, കോർഡിനേഷൻ വേണം. ഈ വാചകമടി മാത്രം പോരാ. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതാണ് ശ്രീ ലാൽകുമാർ നിരീക്ഷിച്ചത്.